യുഎസിന്റെ 47ാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ത്യൻ സമയം രാത്രി 10:30 സത്യപ്രതിജ്ഞ. ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. വാഷിംഗ്ടണിൽ അതിശൈത്യമായതിനാൽ ക്യാപിറ്റോളിലെ മന്ദിരത്തിലെ റോട്ടൻഡ ഹാളാണ് സത്യപ്രതിജ്ഞാവേദി. 1985 റൊണാൾഡ് റീഗിന്റെ സത്യപ്രതിജ്ഞയാണ് ഇതിനു മുൻപ് അടഞ്ഞ വേദിയിൽ നടന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യയുടെ പ്രതിനിധിയായി ചടങ്ങിൽ പങ്കെടുക്കും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. 2017-2021 കാലത്ത് പ്രസിഡന്റായിരുന്ന ട്രംപ് 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും എത്തുന്നത്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് മലയാളി താരം സഞ്ജു സാംസണെ ഒഴിവാക്കിയതിനെതിരെ പ്രതിഷേധം തുടരുന്നതിനിടയിൽ ടീമിൽ ഇടം പിടിക്കാൻ സഞ്ജുവിന് ഇനിയും അവസരമുണ്ടെന്ന് സൂചന. ടീമിന്റെ ബാറ്റർമാർക്കോ വിക്കറ്റ് കീപ്പർക്കോ പരിക്കേറ്റാൽ സ്റ്റാൻഡ് ബൈ ആയി ആദ്യം പരിഗണിക്കുക സഞ്ജുവിനെയായിരിക്കും. ടീമിൽ ഇടം കിട്ടിയില്ലെങ്കിലും സഞ്ജുവിനെ BCCI പൂർണ്ണമായും തഴഞ്ഞിട്ടില്ല. സഞ്ജുവിനെ ടീമിലെടുക്കാൻ പരിശീലകൻ ഗൗതം ഗംഭീറിനും താൽപ്പര്യമുണ്ട്. ഗൗതം ഗംഭീർ സെലക്ഷൻ കമ്മിറ്റിയിൽ ഈ കാര്യത്തിനായി വാദിച്ചിരുന്നെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കറും കൂടുതൽ പരിചയസമ്പത്തുള്ള ഋഷഭ് പന്തിന്റെ പേരാണ് മുന്നോട്ട് വെച്ചത്. സെലക്ഷൻ കമ്മിറ്റിയിലും സഞ്ജുവിനായി പലരും മുന്നോട്ട് വന്നത് ഭാവിയിൽ ഇന്ത്യൻ ഏകദിന ടീമിന്റെ ഭാഗമാകാൻ താരത്തിന് അവസരമുണ്ടെന്നതിന്റെ സൂചനയാണ്. 2020 സ്പെഷ്യലിസ്റ്റായാണ് കുറച്ചുകാലമായി സഞ്ജു ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ വർഷം 2020യിലെ 12 ഇന്നിംഗ്സിൽ 3 സെഞ്ചുറി അടക്കം 436 റൺസ് നേടിയിരുന്നു. ഇംഗ്ലണ്ടിനെതിരെ 22-ന് തുടങ്ങുന്ന 2020 പരമ്പരയിൽ തിളങ്ങാൻ ഏകദിന ടീമിലേക്കും പരിഗണിക്കേണ്ടി വരും.